I left you, I did everything Tanzo and Toby told you I did. And whatever you do from here on out, know this. No matter what, I will love you always. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഫൈനലി നമുക്ക് നറുട്ടോ കൊളാബറേഷൻ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളെല്ലാം ഗെയിമിൽ വരുന്നുണ്ട്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നതിനെപ്പറ്റി നിറയെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ലീക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൊളാബറേഷൻ ഗെയിമിൽ വരുമ്പോൾ ഗെയിമിൻ്റെ ലോബി മുതൽ ഇൻ ഗെയിം വരെ നിറയെ കാര്യങ്ങൾ മെയിനായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നിറയെ കാര്യങ്ങളെല്ലാം കൺഫേം ആയിട്ടുണ്ട്. അതിലെല്ലാത്തിനെയും കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി പറയാം. ഇത് കൂടാതെ നമുക്ക് അടുത്തതായി ഗെയിമിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ്, അതുപോലെ നിങ്ങൾ മെയിനായി അറിഞ്ഞിരിക്കേണ്ട അപ്ഡേഷൻസും എല്ലാം നോക്കുന്നുണ്ട്. ഈ വീഡിയോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാണ് ബെല്ലൈക്കണമെന്ന് ഓളൊന്ന് സെറ്റ് ചെയ്യുക. എങ്കിലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ ഗെയിമിൽ നറുട്ടോ കൊളാബറേഷൻ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ലീക്ക് കിട്ടിയിട്ടുണ്ട്. അത് കേട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പോസ്റ്റ്പോൺ ചെയ്ത് 6 മാസത്തിന് ശേഷം വരത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. വിഷമമൊന്നുമില്ല, ചെറിയൊരിത്. ഇതിൻ്റെ ഇടയിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ കൊളാബറേഷൻ വന്ന് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നതിനെപ്പറ്റി നിറയെ ലീക്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലോഗിൻ സ്ക്രീനാണ്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ് കാണാനായിട്ട്. ശരിക്കും ഈ ഇവൻറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത OB46 അപ്ഡേറ്റിന് ശേഷം ഏകദേശം ഡിസംബർ മാസമോ അല്ലെങ്കിൽ ജനുവരി മാസമോ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇൻ ഗെയിമിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നറുട്ടോ കോസ്റ്റ്യൂമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ലുക്ക് ചേഞ്ച് റിമോട്ട് എന്ന് പറഞ്ഞിട്ട് ലീക്കായിട്ടുണ്ട്. മേ ബി ഒരു ഇവോ ബണ്ടിലായി വരാനാണ് ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫേസ് പെയിൻ്റാണ്. അതുപോലെ ഒരു പെറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്ന് നോക്കിയാൽ ഒരു സ്കൈത്തിൻ്റെ സ്കിന്ന് കാണാൻ സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രാഗൺ ഒരു കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന പോലെ ഓൾഡ് പീക്കിലാണ് സംഭവം. അതുകൂടാതെ ഇവിടെ ഓപ്പൺ എന്നൊരു ഓപ്ഷനും ഉണ്ട്. എന്തോ സംഭവം എന്നറിയില്ല. ഓൾഡ് പീക്ക് വരെ കാണുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഓൾഡ് പീക്ക് കൊണ്ട് തന്നെയുള്ള സ്ട്രാറ്റജി ആയിരിക്കും ഗെരീനോടെ. എന്തായാലും കണ്ടു തന്നെ അറിയാം. 6 മാസം വരെ ടൈം ഉണ്ടല്ലോ. നെക്സ്റ്റ് വന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇമോട്ടാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നറുട്ടോ ഈവൻറ്റിനെ ബേസ് ചെയ്ത് ലീക്കായിട്ടുള്ളത്. സോ നറുട്ടോ എന്ന ഒരു ബിഗ്ഗസ്റ്റ് കൊളാബറേഷനായി മാറാൻ പോവുകയാണ്. ഫ്രീ ഫയറിനെ സംബന്ധിച്ച് ഓൾറെഡി ഫ്രീ ഫയർ ഒരു ആനിമി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞല്ലോ. മേ ബി അതുകൊണ്ടാവാം 6 മാസം വരെ നീളുന്നത്. കാരണം ഇതിൻ്റെ ഒപ്പം ഫ്രീ ഫയർ ആനിമി പ്രൊമോട്ട് ചെയ്യാനായിരിക്കും അവരുടെ പ്ലാന്. ഗെയിൻ എന്തായാലും പ്ലാനില്ല, അതൊന്നും ചെയ്യില്ല, നമുക്കറിയണ കാര്യം തന്നെയാണ്. എന്തായാലും അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും ഇതിലൂടെ. മേ ബി അതായിരിക്കും റീസൺ എന്ന് വിചാരിക്കുന്നു. എനിവേസ് ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ അത് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ അടുത്തതായി നോക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ ഗെയിമിൽ ഒരു പുതിയ റിംഗ് ഇവൻറ്റ് വരുന്നുണ്ട്. ഈ P90 സ്കിന്നും അതുപോലെ തന്നെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നൊക്കെയാണ് വരുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കൂ. പീക്ക് റിമൂവ് ചെയ്തിട്ട് ആ റിമൂവ് ചെയ്ത പീക്കിന് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് ആ മെമ്മറി വെച്ച് ബിസിനസ് ചെയ്യുന്നത് കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഗെരീനിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം പീക്ക് ബേസ് ചെയ്ത തീംസാണ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗ്ലൂ വാളിൻ്റെ സ്കിന്ന്. നാളത്തെ റിംഗ് ഇവൻറ്റിലൂടെ ഇതൊക്കെയാണ് വരാൻ പോകുന്നത്, ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. സോ എനിവേ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാണ് ബെല്ലൈക്കണമെന്ന് ഓളൊന്ന് സെറ്റ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് അപ്ഡേഷൻ വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ.